ഹലോ എവരി വൺ, ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിങ്ങിൽ നിങ്ങളെല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സുർത്തി വാട്ടി ദാലിൻ്റെ ഖമണിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗുജറാത്തിലെ एकदम ട്രഡീഷണലായിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അല്ലെങ്കിൽ നിങ്ങളത് ഡിന്നറിനാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം നമുക്ക് 250 ml കപ്പിന് 2 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഗ്ലാസ്സിലോ കപ്പിലോ ഏതിലാണെങ്കിലും അളന്നെടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂറത്തേക്ക് കുതിർത്തി വെക്കുക. കുതിർത്തതിന് ശേഷം അത് കഴിഞ്ഞ് നമുക്ക് ഈ വെള്ളമെല്ലാം മാറ്റി കൊടുക്കണം. എന്നിട്ടൊരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് ഒരു തരിയത്തോടി ചെറിയൊരു തരി വേണം കേട്ടോ, ആ രീതി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് അരച്ച് എടുക്കാതെ ഒത്തിരി ഫൈനായിട്ട് അരിഞ്ഞു പോകണ്ട, ചെറിയൊരു തരി വേണം, എന്നാലേ കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നല്ലൊരു ആ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരിക്കും, നല്ല തരി പോലെയുണ്ട്, പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും, വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ആദ്യം. അപ്പോൾ സെക്കൻഡ് ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൈര് ഇരുന്നില്ലല്ലോ, അതിൻ്റെ പകരം നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുതിർത്തി വെച്ച് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഇത് നമുക്ക് ഫെർമെൻറ്റേഷന് വെക്കാനുള്ളതില്ല. അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരുവാണെങ്കിൽ അതുകൊണ്ട് ആ വെള്ളം ഒഴിച്ചില്ല, ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏതിലാണ് നമ്മൾ ഫെർമെൻറ്റേഷന് വെക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് അത് ഒഴിച്ചെടുക്കാം. ഒരു ഡയറക്ഷനിൽ തന്നെ 2-3 മിനിറ്റെങ്കിലും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് പ്ലഫി ആയി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കളർ ഇച്ചിരി ഒന്ന് ലൈറ്റായി വരും കേട്ടോ, ആ പാകം വരെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അത് മിക്സായി കഴിയുമ്പോൾ ഒരു ചൂടുള്ള സ്ഥലത്ത് നമുക്ക് ഒരു 10-12 മണിക്കൂറത്തേക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പ് സമയം ആയതുകൊണ്ട് ഞാനിത് ഓവൻ ബന്ദാക്കി വെച്ചിട്ട് ചാലുവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓവൻ ഓഫാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 12 മണിക്കൂറത്തേക്ക് ഞാൻ സെറ്റാക്കി അതിന് ഫെർമെൻറ്റേഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതാണെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും ചതച്ച്, നമുക്ക് എത്ര എരിവ് കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ. ഞാനൊരു 5-6 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമുക്ക് അതാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ആണെങ്കിൽ പീനട്ട് ഓയിൽ കിട്ടും കേട്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും പീനട്ട് ഓയിലായിട്ടുണ്ട്, എന്നാലേ ആ ഒരു ശരിക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നിങ്ങളുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ കുഴിത്തവിയിൽ, ആ തവിയിൽ നമുക്ക് 2 തവി വെള്ളം വേണം ഒഴിക്കാൻ. ഒത്തിരി തിക്കായിട്ടിരിക്കും, ഒരു മീഡിയം തിക്ക് ബാറ്റർ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഏതിലാണ് സ്റ്റീം ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ എത്ര നമ്മൾ ഒരു പാത്രത്തിൽ കൊള്ളുന്നത് വെച്ചാൽ അത്രയും എടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു ആ തവി കൊണ്ടുവന്ന് 4 തവി ഈ പ്ലേറ്റിനകത്ത് കൊള്ളുന്ന അത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ അതിനകത്ത് എണ്ണയൊക്കെ തടവി റെഡിയാക്കി വെക്കണം. ഇനി നമുക്കാണെങ്കിൽ ഇഡ്ഡലി തട്ടി വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിനകത്ത് 1 ടീസ്പൂൺ ഈനോ ഇട്ട് കൊടുക്കാം. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, ഈനോ ഒന്ന് ആക്റ്റീവായിട്ട് ആവാനായിട്ട്. അഥവാ നിങ്ങളുടെ ഈനോ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ഡയറക്ഷൻ തന്നെ മിക്സാക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കണം. ഒത്തിരി വെയിറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ താന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല കേട്ടോ, നല്ല ഇതായിട്ട് ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ അതായത് ഞാൻ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് സമയം പിടിക്കും നമുക്ക്. അപ്പോൾ എത്ര നേരം നമുക്കിത് വയ്ക്കാം. അതിനുശേഷം വല്ല ടൂത്ത് പിക്കോ എന്തെങ്കിലും സ്ക്യൂർ വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കിയാൽ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ആയിട്ടുണ്ടെങ്കിൽ തണക്കട്ടെ. തണക്കാൻ ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്രീൻ ചട്നിയുടെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം, 3-4 പച്ചമുളക്, ഒരു പിടി മല്ലിയില, പിന്നെ പകുതി നാരങ്ങയുടെ നീര്, പിന്നെ ആ ഖമ്മണിൻ്റെ സൈഡ് പോർഷനൊക്കെ ബാക്കി സൈഡിലൊക്കെ ഉള്ള അരുവില്ലേ അത് മുറിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, 1/2 ടീസ്പൂൺ ഉപ്പും, നമ്മുടെ നോർമൽ ഉപ്പും കൂടെ, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് ഫൈനായിട്ട് ഇനി ചട്നി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതായത് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ചട്നി റെഡിയാക്കി എടുക്കാം. പിന്നെ ആ മിക്സി ജാറിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മീഡിയം തിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്നി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഖമൺ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് നല്ല സ്പഞ്ചി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഖമൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു തടുക്ക നമുക്ക് റെഡിയാക്കി എടുക്കാം. 2 പ്ലേറ്റ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് 2 പ്ലേറ്റ് എനിക്ക് അളന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഞാൻ റെഡിയാക്കി. ഇനി ഒരു തടുക്കാപ്പേനകത്ത് പീനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചെടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിയുമ്പം 3-4 പച്ചമുളകും ഇതൊന്ന് നെടുകെ കീറി അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തടുക്ക നമുക്ക് അതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ എതിറിയൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സുർത്തി വാട്ടി ദാലിൻ്റെ ഖമൺ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.